എക്സാം കാപ്സ്യൂൾ. കേരള PSC നടത്തുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി വിഭാഗത്തിലെ ചോദ്യങ്ങൾക്കായി എങ്ങനെ തയ്യാറെടുക്കാമെന്ന് വിവരിക്കുന്നു പയനിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാദമിക് കോർഡിനേറ്ററും കരിയർ വിദഗ്ധനുമായ അശ്വിൻ വിഷ്ണു CR. അടുത്തതായി നമുക്ക് എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയെ പറ്റി പറയാം. 30 മാർക്കാണ് ഇതിൻ്റെ വെയിറ്റേജ് തന്നിരിക്കുന്നത്. 30 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അത് തൊട്ടു മുന്നേ പറഞ്ഞിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടറുടെ എക്സാമിനേഷനിലായിരുന്നെങ്കിൽ 15 ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പകരമായിട്ട് അതേ സിലബസ് വെച്ചുകൊണ്ട് 30 ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കെമിസ്ട്രിയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ന്യൂമറിക്കൽ വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. പക്ഷെങ്കിൽ ഇതിൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് താനും. തിയറി ബേസ് ചെയ്തുകൊണ്ട് പഠിച്ചെങ്കിലും മാത്രമാണ് നമുക്ക് ഇതിലോട്ടേക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ ചോദിച്ചിട്ടില്ല. ഇതിൽ അവർ 3 മൊഡ്യൂളായിട്ട് തന്നെയാണ് തരംതിരിച്ച് വെച്ചിരിക്കുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 1 കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽ, മൊഡ്യൂൾ 2 ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ് ഓഫ് അനാലിസിസ്, ഈ എക്യുപ്മെൻറ്റ്സിനെ പറ്റി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ളത്. 3ാമത്തത് എൻവിറോൺമെൻറ്റ് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പാർട്ടുമാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ അവർ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും 10, 10, 10 എന്നുള്ള തരത്തിൽ 3 മൊഡ്യൂളിന് ഇക്വലൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിനേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ എക്സാമിന് ചോദിക്കപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യന് വെയിറ്റേജ് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് 5, 5, 5 എന്നായിരുന്നെങ്കിൽ ഏകദേശം ഈക്വൽ വെയിറ്റേജ് തന്നെ മാർക്കുകൾ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊഡ്യൂൾ 1 പറ്റി പറയുകയാണെങ്കിൽ കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് 10 മാർക്കിൻ്റെ മൊഡ്യൂളാണ്. ഈ മൊഡ്യൂളിൽ മെറ്റീരിയലുകളെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. 4 സബ് ഡിവിഷൻസ് ആണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നാനോ മെറ്റീരിയൽസ്, ഗ്ലാസ് റിലേറ്റ് ചെയ്തുള്ള സിമെൻറ്റ്, ദെൻ പോളിമർ കെമിസ്ട്രി, ഇങ്ങനെ 4 സബ് ഡിവിഷൻസ് ആയിട്ട് ഈ ഫസ്റ്റ് മൊഡ്യൂളിനെ നമുക്ക് ഒന്നും കൂടെ കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. നാനോ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിലോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പം കാർബൺ നാനോ ട്യൂബ്സ്, ഫുള്ളറിൻ, ഗ്രാഫീൻ, സ്ട്രക്ചർ ആൻഡ് ആപ്ലിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ബേസ്ഡ് ഓൺ ഡയമെൻഷനും ആൻഡ് മെറ്റീരിയൽ, അതൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് ഡിവിഷനിൽ നിന്ന് വരുന്നത്. ദെൻ ഗ്ലാസിനെ പറ്റി ഉള്ള കാര്യമാണ് അടുത്തൊരു പോർഷനിൽ വരുന്നത്. അതിൻ്റെ കമ്പോസിഷൻ എങ്ങനെയാണ്, പ്രോപ്പർട്ടീസ് ഓഫ് സോഡ ലൈം ഗ്ലാസ്, സേഫ്റ്റി ഗ്ലാസ് എങ്ങനെയാണ്, എന്താണ്, എന്തിനുപയോഗിക്കുന്നു, ബോറോസിലിക്കേറ്റ് ഗ്ലാസ്, കളേർഡ് ഗ്ലാസ്. ദെൻ നമുക്കറിയാവുന്ന കാര്യം തന്നെ സിമെൻറ്റ്. അതിൽ സിമെൻറ്റിൽ ഉപയോഗിക്കുന്ന ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, അതിൻ്റെ റോൾ എന്താണ്, ഇതൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു 3ാമത്തെ സബ് ഡിവിഷൻ തന്നിരിക്കുന്നുണ്ട്. 4ാമത്തെ സബ് ഡിവിഷൻ വരുന്നത് പോളിമർ കെമിസ്ട്രിയാണ്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ABS, കെവലർ മെത്തേഡ്, ഇലക്ട്രോലൂമിനസെന്റ്, ബയോ പോളിമർ, ഇതിൻ്റെ എക്സാമ്പിൾ, അപ്ലിക്കേഷൻ, ഡോപ്പിംഗ്, കണ്ടക്ടിങ് പോളിമേഴ്സ്, ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുന്നതാണ് 4ാമത്തെ ഒരു സെക്ഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നും കൂടെ സെക്കൻഡ് മൊഡ്യൂളിലോട്ടേക്ക് വരുവാണെങ്കിൽ ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് അനാലിസിസ് 10 മാർക്കാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കുന്ന സമയത്തും ഇതിനെ 3 സബ് കാറ്റഗറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ തരംതിരിച്ച് വെക്കാൻ പറ്റും. ഒന്നാമത്തത് തെർമൽ അനാലിസിസ്. അതിൽ പറഞ്ഞെങ്കിൽ TGA എന്താണ്, DTE എന്താണ്, അത് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള TGA കർവ് എന്താണ്, ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. സെക്കൻഡ് ക്രോമാറ്റോഗ്രഫിയാണ്. കോളം ക്രോമാറ്റോഗ്രഫി എന്താണ്, തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി, ഗ്യാസ് ക്രോമാറ്റോഗ്രഫി, ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി, ഈ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യന് നമുക്ക് ഈ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് എന്താണ് ഇടയ്ക്കിടെ പറയുന്നതെന്ന് വെച്ചാൽ ആ സെയിം സിലബസ് തന്നെയാണ് നമുക്ക് ഇവിടത്തോട്ടേക്ക് തന്നിരിക്കുന്നത്. അന്ന് 15 മാർക്കിനായിരുന്നു കെമിസ്ട്രിയുടെ വെയിറ്റേജ് എങ്കിൽ ഇന്നത് 30 മാർക്കിലോട്ടേക്ക് മാറി, സിലബസിൽ യാതൊരു മാറ്റവും വരുത്താതെ. അപ്പോൾ ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയിലെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി വിഭാഗം ചോദ്യങ്ങൾക്കായി എങ്ങനെ തയ്യാറെടുക്കണമെന്ന് വിവരിച്ചത് കരിയർ വിദഗ്ധൻ അശ്വിൻ വിഷ്ണു CR. ഈ വിഭാഗത്തിലെ ചോദ്യങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനെക്കുറിച്ച് അടുത്ത എക്സാം ക്യാപ്സ്യൂളിൽ തുടർന്ന് കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.